ഒരുമിച്ച് നമുക്ക് നമ്മുടെ കാണാതായ നഷ്ടമായ ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് റിപ്പോർട്ടർ ഈ തുടർച്ചയായി ഇടവേളകളില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വാർത്താ ബുള്ളറ്റിനിലൂടെ, വാർത്താ ഇടപെടലിലൂടെ ശ്രമിക്കുകയും ചെയ്യുന്നത്. സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അർജുൻ കല്യാട് തത്സമയം ചേരുകയാണ്. അർജുൻ ഉള്ളത് മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ്, ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഉള്ളത്. രാത്രി വൈകിയും ദുരിതാശ്വാസ ക്യാമ്പുകൾ വളരെ സജീവമാണെന്ന് സാനിയോ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അർജുൻ, ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 10 പൂർത്തിയായിരിക്കുന്നു. എന്താണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ആളുകളെ സംബന്ധിച്ച്? അവരെല്ലാം ഭക്ഷണം കഴിച്ചോ? എല്ലാവരും സുരക്ഷിതരായി ഇരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. എന്താണ് അവിടുത്തെ കാഴ്ച അർജുൻ? ബിന്നിലെ മേപ്പാടിയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എല്ലാവരും ഭക്ഷണത്തിനും അതുപോലെ തന്നെ അവരുടെ താമസത്തിനും ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നേരത്തെ തന്നെ പൂർത്തിയാക്കിയതാണ്. ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ റവന്യൂ വകുപ്പിൻ്റെയും എല്ലാം ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പാടാക്കി നൽകുകയും ചെയ്തിരുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ, ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യത്തിൽ ആവശ്യമായി ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അക്കാര്യം ഉൾപ്പെടെ ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെയും റവന്യൂ അധികാരികളുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ നേരിട്ടുള്ള ഒരു മേൽനോട്ടത്തിൽ കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത്. അത്തരത്തിൽ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. എത്രമാത്രം ആളുകളെ എത്തിക്കേണ്ടി വന്നു കഴിഞ്ഞാലും ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ, ഇനി ഈ ക്യാമ്പ് മതിയാവില്ല, കൂടുതൽ ക്യാമ്പുകൾ തുറക്കേണ്ടതുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ പോലും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ക്യാമ്പിൽ 3000-ലധികം ആൾക്കാർ വിവിധ ക്യാമ്പുകളിലായി കഴിയുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പേർ കഴിയുന്ന വയനാട്ടിലെ മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സാധാരണഗതിയിൽ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ നമ്മൾക്ക് അവിടെ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരുടെയും എല്ലാം സേവനം നമുക്ക് പലപ്പോഴായി നമുക്ക് കാണാറുണ്ട്. അത്തരത്തിൽ നമ്മൾ ഏറ്റവും ആദ്യം ചിന്തിക്കുന്നത് ദുരന്തത്തിൽ ഇത്തരത്തിൽ ചില വിഭാഗങ്ങളെയാണ്. പക്ഷേ ഈ പാതിരാത്രിയിലും ഈ വിദ്യാലയത്തിൽ അധ്യാപകർ ഈ ക്യാമ്പിനകത്ത് ഇവിടെ നിൽക്കുന്നു എന്നത് വളരെയധികം ഒരു നമുക്കെല്ലാവർക്കും ഒരു അത്ഭുതമുണ്ടാക്കുന്ന കാര്യമാണ്. ഈ ക്യാമ്പിൻ്റെ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാം നൽകിക്കൊണ്ട് ഈ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർ ഇവിടെ ഉണ്ട്. ഈ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും എല്ലാം ഒരുക്കി അധ്യാപകർ ഇവിടെ ഉണ്ട്. നിരവധിയായിട്ടുള്ള നമുക്കാണ് ഇപ്പോൾ സ്റ്റാഫ് റൂമാണ്. ഈ സ്റ്റാഫ് റൂമിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഇരിക്കേണ്ടി വന്നിട്ടുള്ളൊരവസ്ഥ പാതിരാത്രിയിൽ ഒരുപക്ഷെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ നൈറ്റ് ക്ലാസ്സൊക്കെ വെക്കുന്നൊരു ഘട്ടത്തിൽ മാത്രം, ഇതൊരു ദുരന്ത സാഹചര്യത്തിൽ ഇങ്ങനെ അല്ലേ സാർ? ഇല്ല, ഇങ്ങനെ ഇരിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. പണ്ട് പുത്തുമല ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ ആണ് ഞങ്ങളിങ്ങനെ കാര്യമായിട്ട് ഇടപെടൽ നടത്തിയത്. പക്ഷേ ഇപ്പം അതിനേക്കാൾ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. തീർച്ചയായും സമൂഹം ഇത്തരത്തിലൊരു ദുരന്തമൊത്ത് നിൽക്കുമ്പോൾ നമുക്കൊരിക്കലും വീട്ടിൽ കിടന്നുറങ്ങാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ഇവരോടൊപ്പം ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഞങ്ങളുടെ സീനിയർ അധ്യാപകനായിട്ടുള്ള വിപിൻ സാറുണ്ട്, ഹയർ സെക്കൻഡറിയിലെ സീനിയർ അധ്യാപകനായിട്ടുള്ള സതീശൻ മാഷ് ഉൾപ്പെടെയുള്ളവർ ഞങ്ങളെല്ലാവരും ഇവിടെ കൂടിച്ചേർന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ്. ഈ അധ്യാപകർ ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. ക്യാമ്പിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി സജ്ജീകരണം, അവരുടെ ഓരോ ആവശ്യങ്ങളും കൃത്യമായ തോതിൽ പരിഹരിക്കുക എന്നുള്ളത് കൂടിയാണ്. അതായത് ഒരു ദുരന്തത്തിൻ്റെ ഭാഗമായി ഇവിടത്തേക്ക് എത്തുന്നവർ എല്ലാം നഷ്ടപ്പെട്ട്, അവരുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാ ആഗ്രഹങ്ങളും നഷ്ടപ്പെട്ട്, അവരുടെ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് ക്യാമ്പുകളിലേക്ക് എത്തുന്നവർ, അവരുടെ ഏതെങ്കിലും ഒരു ചെറിയ ആവശ്യത്തിന് അല്ലെങ്കിൽ അത് നിസ്സാരമായിട്ടുള്ള ആവശ്യമാണെന്ന് കരുതി തള്ളിക്കളയുകയല്ല, ആ ആവശ്യങ്ങൾ പോലും പരിഹരിച്ചുകൊണ്ട് അത് അവരെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനം പലപ്പോഴായി നമ്മുടെ എല്ലാ ക്യാമ്പുകളിലും കാണുന്നതാണ്. അത് തന്നെ ഈ ക്യാമ്പുകളിലും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ അധ്യാപകരാണ് ഈ പാതിരാത്രിയിലും ഉറക്കം അടച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അതൊരു വളരെയധികം പല ഘട്ടങ്ങളിലായി അതൊരു അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച കൂടിയാണ്. കാരണം നമ്മൾ നേരത്തെ ബിനിൽ സൂചിപ്പിച്ചു, ഷിരൂരിലൊക്കെ രക്ഷാദൗത്യത്തിൻ്റെ കഴിഞ്ഞ ഒരാഴ്ചയെ നമ്മൾ ഷിരൂരിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ രാവിലെ 10 മണിക്ക് തുടങ്ങി വൈകുന്നേരം 4 മണിയാകുമ്പോഴത്തേക്കും ഈ രക്ഷാദൗത്യമെല്ലാം അവസാനിപ്പിച്ച് മടങ്ങുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ അതെല്ലാം മറന്നുകൊണ്ട് പാതിരാത്രിയിലും അല്ലെങ്കിൽ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും, അത് ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ല, ഫയർഫോഴ്സോ അല്ലെങ്കിൽ നേവിയോ NDRFോ പോലീസോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ മാത്രമല്ല, ഏതൊക്കെ വിഭാഗങ്ങളാണോ ഇതിൽ ചേർന്ന് പ്രവർത്തിക്കേണ്ടത് അവരെല്ലാവരും ഒരുപോലെ ഒരു മനസ്സോടുകൂടി ഒരു നാടിൻ്റെ മുന്നോട്ട് പോക്കിന് അതിജീവനത്തിന് ഒന്നായി നിൽക്കുന്നു
പോകുന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് കൂടിയാണ് ഈ അധ്യാപകർ ഇവിടെ നിൽക്കുന്നത്.